Okay, start. Okay, good morning. In the topic etiology, biological views and psychodynamic theories on the Okay, this next slide. Okay, biological factors. Many studies have reported biological abnormalities in patients with mood disorders. Mood disorders ഉള്ള ഒത്തിരി പേഷ്യൻസിനും ബയോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെന്നാണ് ഒത്തിരി സ്റ്റഡീസും പറഞ്ഞുകൊണ്ടിരുന്നത്. Until recently, the monoamine neurotransmitters. Okay, അതിനകത്ത് പറയുന്നത് ഈ ഡിസോർഡേഴ്സിന്റെ എറ്റിയോളജി അല്ലെങ്കിൽ അതിന്റെ കോസസിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോണോ അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനായിരുന്നു. അതായത് നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ, ഇതൊക്കെയാണ് മോണോ അമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഈ മൂഡ് ഡിസോർഡേഴ്സിന്റെ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ട് തിയറീസ് ഒക്കെ മെയിൻലി ഫോക്കസ് ചെയ്ത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വെച്ചായിരുന്നു. പിന്നീട് ഒരു പ്രോഗ്രസീവ് ഷിഫ്റ്റ്, ഒരു ചേഞ്ച് തന്നെ ഉണ്ടായി. ഈ സിംഗിൾ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ മോണോമൈൻ ട്രാൻസ്മിറ്റേഴ്സിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടായി. പിന്നീട് ഏറ്റവും കൂടുതൽ ബ്രോഡറായിട്ട് നിന്നുകൊണ്ടിരുന്ന മോണോ അമിനോജിക് സിസ്റ്റംസ് ആയിരുന്നു. ബ്രോഡറായിട്ട് നിന്നിരുന്ന അതായിരുന്നു. ന്യൂറോ മോഡുലേറ്ററി സിസ്റ്റംസ് ഒക്കെ സെക്കൻഡറി ആയിട്ടാണ് നിന്നിരുന്നത്. കാരണം അത് ഡയറക്ട്ലി കോസ് ചെയ്ത് എറ്റിയോളജിയിലോട്ട് മൂഡ് ഡിസോർഡേഴ്സിന്റെ എറ്റിയോളജിക്ക് മെയിൻലി കോസ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത് ഈ മോണോ അമിനോജിക്കും അതുപോലെ ന്യൂറോ മോഡുലേറ്ററി സിസ്റ്റംസും ആയിരുന്നു. അതുകൊണ്ടാണ് അതാണ് പിന്നെ ബ്രോഡർ ആയതിനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് ബയോജനിക് എമൈൻസ്. ഇതെല്ലാം ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. മെയിൻലി 2 ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, നോറെപ്പിനെഫ്രിനും സെറോട്ടോണിനും. ഇതാണ് മൂഡ് ഡിസോർഡേഴ്സിന് മെയിൻലി ഇംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. ആദ്യത്തേത് നോറെപ്പിനെഫ്രിൻ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത് നോറെപ്പിനെഫ്രിനും സെറോട്ടോണിനും ഒക്കെ. അപ്പൊ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സന്റെ മൂഡിലും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു എബിലിറ്റിക്കും ഒക്കെ മെയിൻലി ഒരു റോള് പ്ലേ ചെയ്യുന്നത് നോറെപ്പിനെഫ്രിൻ ആണ്. അതുപോലെ നോറെപ്പിനെഫ്രിൻ ലോ ലെവലിലാകുവാണെങ്കിൽ, അത് ഭയങ്കര കുറവാണെങ്കിൽ അത് ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യും. ഈ ഡിപ്രഷനിലുള്ള ആൾക്കാർക്ക് കൂടുതലും കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് നമ്മുടെ SNRIs, സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, റിയപ്റ്റിക് ഇൻഹിബിറ്റേഴ്സ്. ഇതാണ് ഡിപ്രഷനുള്ള ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. ഈ ഡ്രഗ്സ് കൊടുത്തു കഴിയുമ്പോൾ നോറെപ്പിനെഫ്രിന്റെ ലെവൽ കൂടും, സെറോട്ടോണിനും കൂടും ബ്രെയിനിലെ. നോറെപ്പിനെഫ്രിൻ കുറയുമ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത്. അപ്പം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ഈ ഡ്രഗ്സ് കൊടുക്കുന്നത്. ഓക്കെ, കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന SNRIs എന്ന് പറഞ്ഞാൽ എഫെക്സർ അല്ലെങ്കിൽ വെനലഫെക്സിൻ അല്ലെങ്കിൽ ഡ്യൂലോസെക്സൈൻ, അതൊക്കെയാണ് ഈ നോറെപ്പിനെഫ്രിൻ കോമൺലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ചെയ്യുന്ന SNRIs എന്ന് പറഞ്ഞാൽ. അടുത്തത് സെറോട്ടോണിൻ. ഇതിനകത്ത് പറയുന്നത് with a huge effect of selective serotonin reuptake inhibitors, fluoxetine have made the depression treatment of depression. ഇതിനകത്ത് പറഞ്ഞ SSRIs ഒക്കെ ഒത്തിരി ഹ്യൂജ് ലെവലിൽ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് കാരണം അതിന്റെ എഫക്റ്റ് ആയിട്ട് അത് സെറോട്ടോണിൻ ലെവൽ കൊടുക്കുന്നത് ഫ്ലോക്സിറ്റൈൻ അല്ലെങ്കിൽ പ്രോസാക് ആണ് കൂടുതലും ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. സെറോട്ടോണിൻ ഒരു ബയോജനിക് അമിനോ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് ഡിപ്രഷനിലോട്ട് മെയിൻലി ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസ് സെറോട്ടോണിൻ കാരണം ഉണ്ടാകും. ഓക്കെ, പിന്നെ പറയുന്ന അല്ല മിസ്, ഇപ്പത്തെ സ്ലൈഡ് ആണ്. പിന്നെ പറയുന്നത് ഈ SSRIസും സെറോട്ടോണിൻ ആന്റി ഡിപ്രസൻസും ഒക്കെ ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റിന് ഭയങ്കര എഫക്റ്റീവ് ആണെങ്കിൽ കൂടിയും സെറോട്ടോണിനും ഡിപ്രഷൻ ഉണ്ടാക്കാൻ ഒരു ചാൻസ് ഉണ്ടാവുന്നുണ്ടെന്ന്. അതായത് സെറോട്ടോണിന്റെ ലെവൽ കുറയുമ്പം, ഡിപ്ലീറ്റഡ് ആകുമ്പം ഡിപ്രഷൻ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുന്നത് ഈ സെറോട്ടോണിന്റെ ലെവൽ കുറയുമ്പോഴായിരിക്കും. ഓക്കെ, അത്ര. നെക്സ്റ്റ് സ്ലൈഡ്. ഡോപ്പമിൻ. ഡോപ്പമിനകത്ത് പറയുന്നത് ഈ നോറെപ്പിനെഫ്രിനും സെറോട്ടോണിനും ആണ് മെയിൻ ആയിട്ടുള്ള 2 ന്യൂറോ ട്രാൻസ്മിറ്റർ എങ്കിലും ഡോപ്പമിനും ഈ ഡിപ്രഷൻ ഉണ്ടാവുന്നതിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഡേറ്റ സജസ്റ്റ് ദാറ്റ് ഡോപ്പമിൻ ആക്ടിവിറ്റി മേ ബി റെഡ്യൂസ്ഡ് ഇൻ ഡിപ്രഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ഇൻ മേനിയ. ഡോപ്പമിൻ ആക്ടിവിറ്റി ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ കുറവായിരിക്കും, പക്ഷെ മേനിയയുടെ സമയത്ത് ഡോപ്പമിൻ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ഡോപ്പമിൻ കോൺസെൻട്രേഷൻ, ഈ ഡോപ്പമിൻ കോൺസെൻട്രേഷനെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് റീസെർപൈൻ. അതുപോലെ ഈ ഡോപ്പമിൻ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഡിസീസസ് എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുമ്പോൾ ഡോപ്പമിൻ ലെവൽ കുറയും. ഇതൊക്കെ ഡിപ്രസീവ് സിംറ്റംസിന് കാരണമാവുന്നുണ്ട്. പിന്നെ
ഡ്രഗ്സ് ഇനി ഡോപ്പമിൻ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ടൈറോസൻ, അതുപോലെ ആംഫെറ്റമിൻ, വിപ്രിയോൺ, അതൊക്കെയാണ് ഡിപ്രഷന്റെ സിംറ്റംസിനെ ഡോപ്പമിൻ കോൺസെൻട്രേഷനെ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞു. പിന്നെ 2 recent theories about dopamine and depression are the mesolimbic dopamine. ഓക്കെ, അതിനകത്ത് പറഞ്ഞ 2 റീസെന്റ് തിയറീസ് പറഞ്ഞു. ഈ ഡോപ്പമിൻ, ഈ മീസോലിംബിക് ഡോപ്പമിൻ പാത്വേ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ഫങ്ഷനിലാവും. ഡിപ്രഷന്റെ സമയത്ത് അത് ഫങ്ഷൻ ചെയ്യത്തില്ല, മീസോലിംബിക് ഡോപ്പമിൻ പാത്വേ. അതുപോലെ മിസ് ഇപ്പുറത്തെ സ്ലൈഡ് നോക്കൂ. ഓക്കെ, പിന്നെ ഡോപ്പമിൻ D1 റിസപ്റ്റർ മേ ബി അത് അതിനകത്ത് പറയുന്നത് മീസോലിംബിക് ഡോപ്പമിൻ പാത്വേ ഡിസ്ഫങ്ഷനിലാവും ഡിപ്രഷന്റെ സമയത്ത്. അതുപോലെ ഡോപ്പമിൻ D1 റിസപ്റ്റർ ആയിരിക്കും അപ്പൊ ഹൈപ്പോ ആക്റ്റീവ് ആവുന്നത് ഡിപ്രഷന്റെ സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത പറയുന്ന അതർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്റ്റർബൻസസ്. ഇതിനകത്ത് പറയുന്നത് ഈ ഡോപ്പമിനും സെറോട്ടോണിനും ഒന്നും അല്ലാതെ വേറെ ന്യൂറോ ട്രാൻസ്മിറ്ററിലുള്ള ഡിസ്റ്റർബൻസസ് മൂലവും ഈ ഡിപ്രഷൻ ഉണ്ടാവുന്ന പറയുന്നത്. അതിലാണ് അസറ്റൈൽ കോളൈൻ. അസറ്റൈൽ കോളൈൻ ആണ് സെറിബ്രൽ കോർട്ടക്സിലോട്ട് പാസ് ചെയ്യുന്ന ന്യൂറോൺസിലുള്ള ഒരു സംഭവമാണ് അസറ്റൈൽ കോളൈൻ. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അതിനകത്തായിരിക്കും ഉണ്ടാവുന്നത്. ഈ കോളിനർജിക് ന്യൂറോൺസ് ഈ കോളിനർജിക് ന്യൂറോൺസിന് ഒരു ഇന്ററാക്റ്റീവ് റിലേഷൻഷിപ്പ് ആണ് ബാക്കി മോണോമൈൻ സിസ്റ്റമായിട്ടൊക്കെ ഒരു ഇന്ററാക്റ്റീവ് റിലേഷൻഷിപ്പ് ഈ കോളിനർജിക് ന്യൂറോൺസിന് ഉണ്ട്. പിന്നെ പറയുന്നത് അബ്നോർമൽ ലെവൽസ് ഓഫ് കൊളൈൻ ഹാവ് ബീൻ ഫൗണ്ട്. ഡിപ്രസ്ഡ് പേഷ്യൻസിനൊക്കെ ഒത്തിരി അബ്നോർമൽ ലെവലിൽ ഒത്തിരി കൂടുതലായിട്ടൊക്കെ കൊളൈൻ കാണാറുണ്ട്. പിന്നെ ഗാബ പഠിച്ചിട്ടില്ല നമ്മൾ, ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഗാബ ഭയങ്കര ഇൻഹിബിറ്ററി എഫക്റ്റ് ആയിരിക്കും. അത് സപ്രസ് ചെയ്ത് വെക്കും മോണോമൈൻ പാത്വേസിനൊക്കെ, എസ്പെഷ്യലി മീസോകോർട്ടിക്കൽ അല്ലെങ്കിൽ മീസോലിംബിക് സിസ്റ്റത്തിനെയൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്നതാണ് ഈ ഗാബ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഗാബയും അതുപോലെ തന്നെ റെഡ്യൂസ് ആകുവാണെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും, അതാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്താണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആൻഡ് ഇൻട്രസെല്ലുലാർ കാസ്കേഡ്സ്. അതിനകത്ത് പറയുന്നത് receptors on cell membranes interact with the intercellular environment via G proteins, guanine nucleotide binding proteins എന്നാണ് G protein പറയുന്നത്. ഈ G protein ആണ് സെൽ മെംബ്രെയിൻസും ഇന്റർസെല്ലുലർ എൻവയോൺമെന്റുമായിട്ടൊക്കെയുള്ള ഇന്ററാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ G പ്രോട്ടീനകത്ത് ഒരുപാട് ഇന്റർസെല്ലുലർ എൻസൈംസ് ഒക്കെ ഉണ്ട്. അതാണ് നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ G പ്രോട്ടീൻസ് വെച്ചായിരിക്കും. ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് G പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് പിന്നീട് നമ്മുടെ ന്യൂറോണൽ മെംബ്രെയിനെ ഫംഗ്ഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓൾട്ടറേഷൻസ് ഓഫ് ഹോർമോണൽ റെഗുലേഷൻ. അതിനകത്ത് പറയുന്നത് ലാസ്റ്റിംഗ് ഓൾട്ടറേഷൻസ് ഇൻ ന്യൂറോ എൻഡോക്രൈൻ ബിഹേവിയറൽ റെസ്പോൺസസ് ക്യാൻ റിസൾട്ട് ഫ്രം സിവിയർലി. നമുക്ക് ഒത്തിരി സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമ്പം ഇതുപോലെ ഓൾട്ടറേഷൻസ് ഹോർമോണൽ റെഗുലേഷനിൽ ഓരോ ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. Recent studies in depressed humans indicate that the history of early trauma ഉള്ളവർക്ക് അതുപോലെ HP ആക്ടിവിറ്റി ഭയങ്കര കൂടുതലാകുവാണെങ്കിൽ ഈ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് തൈറോയിഡ് ആക്സിസ് ആക്ടിവിറ്റി. അപ്രോക്സിമേറ്റ്ലി 5 to 10% of people evaluated for depression have previously undetected തൈറോയിഡ് ഡിസ്ഫങ്ഷൻ. അതിനകത്ത് പറഞ്ഞ 5 to 10% ആൾക്കാർക്കും ഡിപ്രഷൻ ഉള്ളവർക്ക് മനസ്സിലാത്തില്ല, അൺഡിറ്റക്റ്റഡ് ആയിരിക്കും, അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത്. ഈ ബേസൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ഇല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതിന്റെ എലിവേഷൻ കാരണം അത് ഭയങ്കര കൂടുതലാകുന്ന കാരണമാണ് ഇതുപോലത്തെ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തതാണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിൽ പറയുന്നത് ഈ ഹോർമോൺ സെക്രീറ്റ് ആവുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി വഴിയായിരിക്കും. ഈ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ വഴിയാണ്. പിന്നെ ഈ സൊമാറ്റോസ്റ്റാറ്റിൻ ലെവൽ കുറയുമ്പോൾ അതും ഡിപ്രഷനിലോട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ സൊമാറ്റോസ്റ്റാറ്റിൻ ലെവൽ കൂടുവാണെങ്കിൽ മേനിയയിലോട്ട്. ഓക്കെ, അടുത്തതാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ഇസ് റിലീസ് ഫ്രം പിറ്റ്യൂട്ടറി വഴിയാണ് പ്രൊലാക്റ്റിൻ റിലീസ് ആവുന്നത്. ഓക്കെ, പ്രൊലാക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഡോപ്പമിൻ വഴിയായിരിക്കും. പക്ഷെ ഒത്തിരി സ്റ്റഡീസ് ഒന്നും പ്രൊലാക്റ്റിന്റെ അബ്നോർമാലിറ്റി കാരണം ഡിപ്രഷൻ ഉണ്ടായതായിട്ട് പറയുന്നില്ല, ഒന്നും അങ്ങനെ പറയുന്നില്ല അതേപറ്റി. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് ഓൾട്ടറേഷൻസ് ഓഫ് സ്ലീപ്പ് ന്യൂറോഫിസിയോളജി. അതിനകത്ത് പറയുന്നത് ഡിപ്രഷൻ നമുക്ക് സ്ലീപ്പ്
കിട്ടാതാവുമ്പോഴും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇൻക്രീസ്ഡ് REM ഡ്രൈവ്. REM ഡ്രൈവും അതുപോലെ തന്നെ ഡിക്രീസ്ഡ് സ്ലോ വേവ് സ്ലീപ്പും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ നോൺ REM സ്ലീപ്പ് ഇല്ലേ, അതും ഭയങ്കര റെഡ്യൂസ് ആകും. അതിനെയാണ് റെഡ്യൂസ്ഡ് REM ലേറ്റൻസി എന്ന് പറയുന്നത്. REM ഡ്രൈവും അതുപോലെ സ്ലോ വേവ് സ്ലീപ്പും ഭയങ്കര കുറവാകുമ്പോൾ NREM നോൺ REM സ്ലീപ്പിൽ റിഡക്ഷൻ ഉണ്ടാവും. അതിനെയാണ് REM ലേറ്റൻസി എന്ന് പറയുന്നത്. ഈ റെഡ്യൂസ്ഡ് REM ലേറ്റൻസി, ഈ REM ലേറ്റൻസി അതുപോലെ സ്ലോ വേവ് സ്ലീപ്പ് ഒക്കെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡിപ്രസീവ് എപ്പിസോഡ്സ് മാറിയാൽ പോലും, അതിൽ നിന്ന് റിക്കവർ ആയാൽ പോലും ഈ ലേറ്റൻസിയും സ്ലോ വേവ് സ്ലീപ്പും ഒക്കെ പെർസിസ്റ്റ് ചെയ്യും. അത് അന്നേരവും നിലനിൽക്കും എന്നാണ് പറയുന്നത്. So continue. ഓക്കെ, അടുത്തതാണ് ഇമ്മ്യൂണോളജിക്കൽ ഡിസ്റ്റർബൻസസ്. ഡിപ്രസീവ് ഡിസോർഡേഴ്സ് അസോസിയേറ്റ് വിത്ത് ഒത്തിരി ഇമ്മ്യൂണോളജിക്കൽ അബ്നോർമാലിറ്റീസ് കാരണവും ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ഡിക്രീസ്ഡ് ലിംഫോസൈറ്റ് പ്രോലിഫറേഷൻ. മിസ്, ഈ ലിംഫോസൈറ്റ് പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാന്നൊന്ന് പറയാമോ? Continue. ഓക്കെ, അപ്പം ദീസ് ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ന്യൂറോമോഡുലേറ്റേഴ്സ്. ന്യൂറോമോഡുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. ഓക്കെ, അത് ന്യൂറോൺ റിലീസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ന്യൂറോമോഡുലേറ്റർ. അപ്പം ഇങ്ങനത്തെ ലിംഫോസൈറ്റ്സ് ന്യൂറോമോഡുലേറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സച്ചസ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഫാക്ടർ CRF ആൻഡ് സൈറ്റോകൈൻസ്, പെപ്റ്റൈഡ്സ്, ഇതിനൊക്കെ ഇന്റർലൂക്കിൻസ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. Forward. Yes. അടുത്തതാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബ്രെയിൻ ഇമേജിംഗ്. അതിനകത്ത് പറയുന്ന രണ്ട് മെയിൻ സ്കാൻസ് ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടഡ് ആക്സിയൽ ടോമോഗ്രഫി CAT എന്ന് പറയുന്നത്, പിന്നെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI സ്കാൻസ്. ഈ സ്കാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കാനുകളാണ് ഈ രണ്ടെണ്ണം. അപ്പം ഇത് രണ്ടെണ്ണവും നമ്മുടെ കോർട്ടിക്കൽ, സബ് കോർട്ടിക്കൽ, അതുപോലെ വൈറ്റ് മാറ്റർ ലെഷൻസിനെ ഒക്കെ നോക്കാനും ഒക്കെ ചെയ്യുന്ന രണ്ട് സ്കാനുകളാണ് CAT MRI സ്കാൻസ്. പിന്നെ പറയുന്നത് മോസ്റ്റ് കൺസിസ്റ്റന്റ് അബ്നോർമാലിറ്റി ഒബ്സർവ്ഡ് ഇൻ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഇസ് ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് അബ്നോർമൽ ഹൈപ്പർ ഇന്റൻസിറ്റീസ് ഇൻ സബ് കോർട്ടിക്കൽ റീജിയൻസ്. സബ് കോർട്ടിക്കൽ റീജിയൻസിലൊക്കെ ഭയങ്കര ഹൈപ്പർ ഇന്റൻസീവ് ആയിരിക്കും, ഭയങ്കര ഇന്റൻസിറ്റിയിലായിരിക്കും അബ്നോർമാലിറ്റി കാണിക്കുന്നത്. സച്ചസ് എന്തുവാ ബേസൽ ഗാംഗ്ലിയയിലും തലാമസിലും ഒക്കെ ഇങ്ങനത്തെ ഒത്തിരി ഇന്റൻസിറ്റീസ് കാണിക്കും ഈ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ. ഓക്കെ, അത് അതിനകത്ത് പറയുന്നത്. പിന്നെ ന്യൂറോ അനാറ്റോമിക്കൽ കൺസിഡറേഷൻ. ബോത്ത് ദി സിംറ്റംസ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സിന്റെ അതുപോലെ ബയോളജിക്കൽ റിസർച്ചിൽ ഒക്കെ പറയുന്നത് ബ്രെയിനും ഒരു എഫക്റ്റ് ഉണ്ട് ഈ മൂഡ് ഡിസോർഡേഴ്സിനകത്തൊക്കെ എന്നാണ് പറയുന്നത്. മോഡേൺ എഫക്റ്റീവ് ന്യൂറോസയൻസ് ഫോക്കസസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് 4 ബ്രെയിൻ റീജിയൻസ്. മെയിൻലി ന്യൂറോസയൻസ് ഒക്കെ, മോഡേൺ ന്യൂറോസയൻസ് ഒക്കെ പറയുന്നത് 4 ബ്രെയിൻ റീജിയൻസ് ഉണ്ട് നമ്മുടെ നോർമൽ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രീഫ്രണ്ടൽ കോർട്ടിക്സ്, ആന്റീരിയർ സിംഗുലേറ്റ്, ഹിപ്പോക്യാമ്പസ്, അമിഗ്ഡാല. ഈ 4 ആ 4 റീജിയൻസ്. നമ്മുടെ നോർമൽ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന 4 റീജിയൻസ് ആണ് ഇത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനിയും ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് അറ്റൈൻ ചെയ്തെടുക്കാന്നുള്ള അതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വെച്ചായിരിക്കും. അടുത്തത് ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മുടെ അറ്റൻഷനെയും ഇമോഷണൽ ഇൻപുട്ടിനെ ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ. പിന്നീട് ഹിപ്പോക്യാമ്പസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലേണിങ്ങിനെ മെമ്മറിയും ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹിപ്പോക്യാമ്പസ് വഴിയാണ്. നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റൽ ലേണിംഗ്, കോണ്ടെക്സ്റ്റ് എന്നാൽ അതിനെ ലേൺ ചെയ്തെടുക്കുക, അതിനെ പെർസീവ് ചെയ്യാനൊക്കെ മെയിൻലി ഹിപ്പോക്യാമ്പസും അമിഗ്ഡാല ആയിരിക്കും. അത് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ കാരണമാണ് ഇമോഷണൽ ലേണിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻഫുൾ സ്റ്റിമുലൈ ഒക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിയർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വന്നാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെ, അതിലൊക്കെ റോൾ പ്ലേ ചെയ്യുന്നത് അമിഗ്ഡാല ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് 4 റീജിയൻസ്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അടുത്തതാണ് ജനറ്റിക് ഫാക്ടേഴ്സ്. ജനറ്റിക് ഫാക്ടേഴ്സിൽ മെയിൻലി ഫാമിലി സ്റ്റഡീസ് ഉണ്ട്, അഡോപ്ഷൻ സ്റ്റഡീസ്, ട്വിൻ സ്റ്റഡീസ്, ഇതെല്ലാം നടത്തിയിട്ടുണ്ട് മൂഡ് ഡിസോർഡേഴ്സിൽ. ഇതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്, ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് മൂഡ് ഡിസോർഡേഴ്സിൻ്റെതാണ് പറയുന്നത്. ആദ്യത്തേത് ഫാമിലി സ്റ്റഡീസ്. ഫാമിലി സ്റ്റഡീസ് പറയുന്നത് ഇഫ് ഒരു പേരന്റിനെങ്കിലും മൂഡ് ഡിസോർഡർ ഉണ്ടെങ്കിൽ ചൈൽഡിന് 10 to 25% മൂഡ് ഡിസോർഡർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നു. ഇഫ് ബോത്ത് ദ പേരൻസും അഫക്റ്റഡ് ആണെങ്കിൽ ആ റിസ്ക് ഡബിൾ ചെയ്യും, പിന്നെ ഭയങ്കര കൂടുതലായിരിക്കും.
ഇനി മോർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഹു ആർ അഫക്റ്റഡ്, ആ ഫാമിലിയിലെ കൂടുതൽ ആൾക്കാരും അഫക്റ്റഡ് ആണെങ്കിൽ ആ റിസ്ക് ഭയങ്കര ഗ്രേറ്റർ ആയിരിക്കും. അതുപോലെ ദ റിസ്ക് ഇസ് ഗ്രേറ്റർ ഇഫ് ദി അഫക്റ്റഡ് ഫാമിലി മെമ്പേഴ്സ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആരാ? നമ്മുടെ പേരൻസും സിബ്ലിങ്സും ഒക്കെയാണ് ഫസ്റ്റ് ഡിഗ്രി. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനുള്ള ആൾക്കാർക്കും അത് ഭയങ്കര റിസ്കിലുണ്ടെങ്കിൽ ദാൻ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ഡിഗ്രി ആൾക്കാർക്കുണ്ടെങ്കിലും ആ റിസ്ക് കൂടുതലായിരിക്കും മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ. അതാണ് ഫാമിലി സ്റ്റഡീസിൽ പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തതാണ് അഡോപ്ഷൻ സ്റ്റഡീസ്. അഡോപ്ഷൻ സ്റ്റഡീസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നടന്നിട്ടുള്ള സ്റ്റഡീസിൽ ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് വന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ പറഞ്ഞത്, ഒരു വലിയ സ്റ്റഡി നടത്തിയപ്പോൾ പറഞ്ഞു 3 ടൈംസ് കൂടുതലായിരിക്കും ബൈപോളാർ ഡിസോർഡർ ഉണ്ടാവാൻ, 2 ടൈംസേ ഇൻക്രീസ് ഉള്ളൂ യൂണിപോളാർ ഉണ്ടാവാൻ എന്നാണ് ആ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത്. ബയോളജിക്കൽ റിലേറ്റീവ്സിന് വെച്ച് 3 ടൈംസ് കൂടുതൽ ബൈപോളാറും 2 ടൈംസ് ചാൻസേ ഉള്ളൂ യൂണിപോളാർ ഉണ്ടാവാനാണ് ആ സ്റ്റഡിയിൽ പറഞ്ഞത്. പക്ഷെ വേറൊരു സ്റ്റഡി നടത്തി പറഞ്ഞ 3-fold ചാൻസ് യൂണിപോളാറിനും ഉണ്ടാവാനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ റിസൾട്ട് ഭയങ്കര മിക്സ്ഡ് ആയിരുന്നു എന്നാ അതൊന്നും പറയുന്നത്. ഓക്കെ, അടുത്തത് ട്വിൻ സ്റ്റഡീസ്. ട്വിൻ സ്റ്റഡീസിൽ പറയുന്നത് 50-70% ആൾക്കാർക്കും ഈ എറ്റിയോളജി കോസ് ചെയ്യുന്നുണ്ടെന്നാണ് ട്വിൻ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലായത്. ഈ സ്റ്റഡീസ് കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ കോൺകോർഡൻസ് റേറ്റ് ഭയങ്കര മോണോസൈഗോട്ടിക് ട്വിൻസിനാണ് 70-90% ചാൻസും ഉണ്ടാവുന്നത് ദാൻ കമ്പയർ ടു ഡൈസൈഗോട്ടിക് ട്വിൻസ് വെച്ച് നോക്കുമ്പോൾ. മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഐഡന്റിക്കൽ ട്വിൻസ്, അവർക്കാണ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ദാൻ ഫ്രറ്റേണൽ അല്ലെങ്കിൽ ഡൈസൈഗോട്ടിക് ട്വിൻസിന് എന്നാണ് പറഞ്ഞത്. മോണോസൈഗോട്ടിക് ആൾക്കാർക്ക് 70-90% ആണെങ്കിൽ ഡൈസൈഗോട്ടിക്കിനാണെങ്കിൽ 16-35% ചാൻസ് ഉള്ളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് സൈക്കോഡൈനാമിക് ഫാക്ടേഴ്സ് ഇൻ ഡിപ്രഷൻ. ഈ സൈക്കോഡൈനാമിക് ഫാക്ടേഴ്സിനെ മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡും പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തത് കാൾ എബ്രഹാമും ആയിരുന്നു. അവരതിനെ ക്ലാസിക് വ്യൂ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ തിയറിയിൽ മെയിൻലി ഇൻവോൾവ് ചെയ്യുന്ന 4 പോയിന്റ്സ് ആയിരുന്നു. ഒന്ന്, ഡിസ്റ്റർബൻസ്, ഇൻഫന്റ് അതുപോലെ മദർ റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടാവും ഓറൽ ഫേസിൽ, അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ ഡിപ്രഷൻ പിന്നീട് ഉണ്ടാവാനുള്ള വൾണറബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഇൻഫന്റ് മദർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഓറൽ ഫേസിൽ, അതായത് ഒരു 10-18 മന്ത്സ് ടൈമിൽ ഉണ്ടാകുവാണെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിപ്രഷൻ ക്യാൻ ബി പിന്നെ ഡിപ്രഷൻ ക്യാൻ ബി ലിങ്ക് ടു റിയൽ അല്ലെങ്കിൽ ഇമാജിൻ എന്തെങ്കിലും റിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് ലോസ് ആകുവാണെങ്കിൽ അതിനെ പറ്റിയും ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. മിസ് അടുത്ത 2 പോയിന്റ്സ് ഒന്ന് പറയുമോ? അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. Introjection of the departed objects is a defense mechanism evoked to deal with the distress connected with the object's loss. ഇൻട്രജക്ഷൻ ഇപ്പം മനസ്സിലായല്ലോ. എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെതല്ലാത്ത കാരണം കൊണ്ട് ആണെങ്കിൽ കൂടി നമ്മൾ ഇന്റേണലൈസ് ചെയ്യുക, നമ്മൾ കാരണമെന്ന് പറഞ്ഞ് അത് നമ്മൾക്കൊരു ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ബിക്കോസ് ദ ലോസ്റ്റ് object is regarded with a mixture of love and hate. Feelings of anger are directed inward at the self. അതിനകത്ത് പറയുന്നത്, അപ്പം നമുക്ക് ഈ ലോസ്റ്റ് ആയാലും നമുക്ക് നഷ്ടപ്പെട്ട ഈ ഒബ്ജക്റ്റ് ചിലപ്പോൾ നമുക്ക് അതിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അതിനോട് ദേഷ്യമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അത് പോയി കഴിയുമ്പോൾ നമുക്കും ഒരു ആങ്കർ ഉണ്ടാവും നമ്മളോട് തന്നെ എന്നാണ് ഇന്റേണലി ഉണ്ടാവുന്നതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് എഡ്വേർഡ് എന്ന് പറഞ്ഞൊരു ആള് ഈ ഡിപ്രഷനെ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ when the person becomes aware of discrepancy between the extraordinarily high ideas and the inability to meet those goals. ഈ എഡ്വേർഡ് പറയുന്നത് ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ പറ്റാതൊക്കെ ആകുമ്പം എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതിനാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതെന്ന് ആ പേഴ്സണിന് ഡിപ്രഷൻ ഉണ്ടാകും എന്നാണ് എഡ്വേർഡ് പറയുന്നത്. പിന്നെ എഡിത്ത് ജേക്കബ്സൺ എന്ന് പറഞ്ഞ ആള് പറയുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പവർലെസ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് പവർ ഇല്ലാത്തത് പോലെയാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്ന സ്റ്റേറ്റ് എന്നാണ് ജേക്കബ്സൺ പറഞ്ഞത്. പിന്നെ സിൽവാനോ എന്ന് പറഞ്ഞ ഒരു ആള് ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി ഡിപ്രസ് പീപ്പിൾ ഹാവ് അവരിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരിൽ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, സ്വന്തമായിട്ടല്ല. സ്വന്തം കൺസേൺ അല്ല ഇതൊന്നും, മറ്റൊരാൾക്ക് വേണ്ടി എന്തിനോ ജീവിക്കുന്നു എന്നുള്ള രീതിയാണ് ഈ ആള് ഡിപ്രഷനെ പറ്റി പറയുന്നത്, ഡിപ്രസ് ആൾക്കാരെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തത്.
പിന്നെ ഹെൻസ് എന്ന് പറഞ്ഞൊരു ആള് പറഞ്ഞത് അദ്ദേഹത്തിന്റെ തിയറിയാണ് സെൽഫ് സൈക്കോളജിക്കൽ തിയറി. ആ തിയറി എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ നമുക്ക് സെൽഫ് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് സ്പെസിഫിക് നീഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ പേരൻസ് ആണ് നമുക്ക് ഒരു ചൈൽഡിന് ഒരു പോസിറ്റീവ് സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീമും സെൽഫ് കൊഹിഷനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന പേരൻസ് ആയിരിക്കും. അപ്പം ആ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സെൽഫ് ഡെവലപ്പ് ആവുന്നതെന്നാ പറയുന്നത്. അപ്പം ഈ നീഡ്സ് ഒന്നും നമുക്ക് കിട്ടാതാകുമ്പോൾ നമുക്ക് സെൽഫ് എസ്റ്റീം കുറയും, ഡിപ്രഷനിലോട്ട് പോകാൻ അവിടെ ചാൻസസ് ഉണ്ട്. പിന്നെ ജോൺ ബോൾബി പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുമ്പോൾ അതും ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. ഓക്കെ, അടുത്ത സ്ലൈഡ്. അടുത്ത സൈക്കോഡൈനാമിക് ഫാക്ടേഴ്സ് ഇൻ മേനിയ. അതിനകത്ത് പറയുന്നത് മേനിയ ശരിക്കും ഒക്കർ ചെയ്യുന്നത് നമുക്ക് ഡിപ്രഷനിൽ ഒരു ഡിഫൻസ് ആയിട്ടാണ് മേനിയ എപ്പിസോഡ്സ് വരുന്നതാണ് ഒത്തിരി തിയറീസും പറയുന്നത്. Manic episodes may reflect an inability to tolerate a developmental tragedy such as loss of a parent. ഒരു പേരന്റിന്റെ ലോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മേനിക് എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പേരന്റ് മരിച്ചു പോകുക അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു മേനിക് എപ്പിസോഡ്സിൽ ഉണ്ടാവുന്നത് പറഞ്ഞാൽ. അതുപോലെ അവർക്ക് സെൽഫ് ക്രിറ്റിസിസം ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് അവർക്ക് അവിടെ ഈ മേനിക് ആൾക്കാർക്ക് എപ്പിസോഡ്സ് ഉണ്ടാവുന്നവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ ലെവൻ എന്ന് പറഞ്ഞ ആള് റിഗാർഡ് ചെയ്തു മേനിക് പേഷ്യൻസ് ഈഗോസ് ഓവർവെൽഡ് ബൈ പ്ലഷറബിൾ ഇമ്പൾസസ് such as sex or by feared impulses such as aggression. Klein also viewed mania as defense reaction to depression. ഡിപ്രഷൻ ഉണ്ടാവുന്നതിൽ നിന്ന് ഒരു ഡിഫൻസ് റിയാക്ഷൻ ആയിട്ടാണ് മേനിയ ഈ ആള് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രേ ഉള്ളൂ മിസ്. താങ്ക് യു.